السلام عليكم ورحمة الله وبركاته مغفرته اللهم اجعلنا من المتعلمين الفائزين الأخرويين بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أما بعد മഹില്ലി 3-ാം വാള്യം 58. അപ്പോൾ സിമാറു ഷജരി മരത്തിലുണ്ടാകുന്ന കിറാദിന് വേണ്ടി വാങ്ങിയ വൃക്ഷത്തിലുണ്ടാകുന്ന പഴങ്ങൾ, തേങ്ങ, അടക്ക, കശുവണ്ടി തുടങ്ങിയതൊക്കെ ബന്നിത്താജ് അവർ കിറാദിലെ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളും അപ്പോൾ കസ്ബുർ റക്കീക്ക് കിറാദിലെ സ്വത്തിൽപ്പെട്ടതായിരിക്കുന്ന റക്കീക്ക് അത് നയിച്ചിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യവും വൽ മഹറു ആൾ കിറാദിലെ വെള്ളാട്ടിപ്പെണ്ണിൽ നിന്ന് കിട്ടുന്ന മഹറും അൽ ഹാസിലത്തും അതെ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന സിമാറും നിതാജും കസ്ബും മഹറുമാണ്. അൽ ഹാസിലത്തു ഈ നാലും കരസ്ഥമായത് മീൻ മാലിൽ കിറാദിൻ്റെ സ്വത്തിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന ഈ നാലുമാകുന്നത് യഫൂസ് ബിഹ ഈ നാല് ഈ സിമാറ് നിത്താജ് തുടങ്ങിയ ഈ നാല് കൊണ്ടും വിജയിക്കും. അൽ മാലിക്ക് അത് മാലിക്കിന് കെടുക്കാൻ അവൻ്റെ ലാഭത്തിൽ ഒരു വെച്ചിട്ട് രണ്ടാം കൂടി ഉണ്ടാവില്ല, അത് മാലിക്കിന് ഒറ്റയ്ക്കുള്ളതാണ്. ഈ കാരണം എന്തുകൊണ്ട് ഈ നാലും ഈ സിമാറ് നിത്താജ് കസ്ബ് മഹറാകുന്ന നാലുമായതിനു വേണ്ടി ദേശത്തിനും ഫവായി തിജാറത്തി അതൊന്നും കച്ചവടത്തിൻ്റെ ഫായ്ദ കച്ചവടം ചെയ്ത് കിട്ടിയാലല്ലോ, അത് കച്ചവടം ചെയ്ത് കിട്ടിയാലേ പിന്നെ രണ്ടാം കൂടി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ആമിലേക്ക് ഉണ്ടാവില്ല, ഫുള്ള് മാലിക്കിനുള്ളതാണ്. വക്കീലാനി പറയപ്പെട്ടു ഹിയ ഈ നാലുമാകുന്നത് സിമാറ് നിത്താജ് കസ്ബ് മഹർ ഈ നാലുമാകുന്നത് മാലു കിറാദിൻ്റെ മാലാണെന്ന് പറയപ്പെട്ടു. അതിൻ്റെ ഞാൻ എന്താ ഈ അന്നാ നിഷേമി നാലും ആയതിനു വേണ്ടി മീൻ ഫവായിദി അത് മാൽ കിറാദിൻ്റെ ഫായിദയാണല്ലോ, അതിന് നല്ലത് കിട്ടുന്നത് കച്ചവടം ചെയ്തിട്ടല്ലേ കിട്ടിയെങ്കിലും മാലൊന്നും കിട്ടിയതാണല്ലോ എന്ന് വല ഹാദ. അപ്പോൾ ഈ കീല പ്രകാരം അഥവാ മാലുൽ കിറാദാണ് ഈ നാലും എന്നത് പ്രകാരം ഈ സിമാറ് നിത്താജ് തുടങ്ങിയ നാല് കാര്യങ്ങളുമാകുന്നത് മേരിബിഹി അത് ലാഭത്തിലാണ് കൂട്ടുക എന്നാണ്. വക്കീലാനി പറയപ്പെട്ടു അല്ല ഈ നാലും അഥവാ പിന്നെ സിമാറ് മുതൽക്ക് പറഞ്ഞ ഈ നാല് കാര്യങ്ങളും ഷായത്തിൻ ഫിർ റിബി വറസിൽ മാരി ഷായത്തിൽ വ്യാപകമായി കിടക്കുക ചെയ്യുക ഫിർ റിബി ലാഭത്തിലും മൂലധനത്തിലും. അപ്പോൾ ലാഭം എന്നും പറയാൻ പറ്റില്ല, റസൽമാരൊന്നും പറയാൻ പറ്റില്ല, രണ്ടിലും കൂടിയായിട്ട് കിടക്കുക ചെയ്യുക. വൻ നിത്താജു ഇവിടെ മത്തല് പറഞ്ഞല്ലോ നിത്താജ്, ആ നിത്താജ് ആകുന്ന യസ്മലു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് ഉൾക്കൊള്ളിക്കും വലതൽ ബഹീമത്തി വൽ ജാരിയത്തി കിറാദിൻ്റെ സമ്പത്താകുന്ന ബഹീമത്ത് ആടുമാടിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളെയും വൽ ജാരിയത്തി അതുപോലെ തന്നെ വെള്ളാട്ടിപ്പണ്ണിൻ്റെ കച്ചവടമുണ്ട് എന്നാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കും. വൽ മഹറു പിന്നെ മഹറിൽ എന്ന് പറഞ്ഞല്ലോ ആ മഹർ അത് ബി വത്തീഹ ആ ജാരിയത്തിനെ വത്ത് ചെയ്യപ്പെടലുകൊണ്ടാണ്. സുബത്തിൻ്റെ വത്ത് നടന്ന് വത്ത് ചെയ്തവൻ മഹർ കൊടുക്കണമല്ലോ, ആ മഹറാണ് പറഞ്ഞത്. എന്നല്ലാതെ വലാജൂസു ജായിസ് അൽ മാലിക്ക് ഈ കിറാദിൻ്റെ മുതലാളിക്ക് ജായിസല്ല വത്തുഹ ഈ വെള്ളാട്ടിപ്പെണ്ണിനെ കിറാദിന് വേണ്ടിയിട്ട് വാങ്ങിയ വെള്ളാട്ടിപ്പെണ്ണെ വത്ത് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവത്തിന് വല തസ്ബീഹ് വേറെ കിട്ടിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള മഹറല്ല എന്നർത്ഥം. വൻ നക്സുൽ ഹാസിലു എന്നാൽ കുറവ് വില കുറയൽ എങ്ങനത്തെ നക്സാണൽ ഹാസിലും ഉണ്ടായിത്തരുന്നത് റഹ്സ് കൊണ്ട് റഹ്സിന സാധനങ്ങൾക്കുണ്ടാക്കുന്ന വില ചിലപ്പോൾ കിട്ടിയല്ലോ. സ്വർണ്ണക്കാണെങ്കിൽ പിന്നെ 25,000 വാങ്ങി പിന്നെന്തോ കാരണം കൊണ്ട് വരാണ്ട് കുറഞ്ഞിട്ട് 10,000 കണ്ടെത്തി. അങ്ങനെ വില കുറയൽ മുമ്പിലുണ്ടാകുന്ന കുറവ് മഹസൂബിൻ അതിനെ കണക്കാക്കപ്പെടുക മിനരിബി ലാഭത്തു നിന്നാണ്. മാമക്കന അങ്ങനെ കണക്കാക്കാൻ കഴിയുന്നിടത്തോളം അതിന് കണക്കാക്കുന്നിടത്തോളം. അപ്പോൾ കുറച്ച് 10,000 ലാഭം കിട്ടിയിരുന്നു, സാധനങ്ങളുടെ വില കുറഞ്ഞിട്ട് ഇപ്പോൾ 1,000 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 9,000 ലാഭം കിട്ടിയിട്ട് കൂട്ടുള്ളൂ, 1,000 ഇരുന്നിട്ട് കിടക്കുന്നിടത്തോളം. അപ്പോൾ മജ്ബൂറിൻ മാത്രമല്ല ആ നക്സിനെ പരിഹരിക്കപ്പെടുകയും ചെയ്യും ബിഹി ലാഭം കൊണ്ട്, അത് മൂലധനത്തിൽ കൂട്ടില്ല അർത്ഥം. ഇഖ്തിലായിൽ ഉർഫി കാരണം ഉർഫ് തേടിയതിന് വേണ്ടി ദാലിക്ക അതിനെ അതായത് ഇങ്ങനെ നക്സ് വന്നിക്കുകയാണെങ്കിൽ അത് രിബുന്ന് കണക്കിലെടുക്കലാണ് സാധാരണ പതിവ് നോക്കിയിട്ട്. അപ്പോൾ ഉൽഹിക്ക ബിഹി ഈ റഹ്സ് കൊണ്ടുള്ളതായ വില കുറയിലുണ്ടാകുന്നതായിരിക്കുന്ന നക്സിനോട് കിയാസാക്കപ്പെട്ടു. ആ നക്സുൽ മറദി ഈ മാൽക്കിറാദിനക്ക് രോഗം വരലുകൊണ്ടുണ്ടായ വില കുറവിനെയും തായിബി ഐബാകലുണ്ട് കയ്യൊടിയ കണ്ണുപൊട്ടുക തുടങ്ങിയതുകൊണ്ടൊക്കെ അൽ ഹാദിസൈനി അങ്ങനെയുണ്ടായിരിക്കുന്ന മറലും തായിബുമാണ് അത് പിന്നീട് ഉണ്ടായിട്ടുള്ളതായ സാധനം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. വക്കഥ ഇങ്ങനെ പിന്നെ നക്സ് കൊണ്ടൊക്കെ ഉള്ള നക്സ് പോലെ തന്നെയാണ് ലൗ തെരിഫ പഴതുഹു അതിൽ നിന്നുള്ള അല്പം നശിച്ചാൽ അത് പറഞ്ഞാൽ
മാലിൽ കിറാദ് എന്നുള്ളത് കിറാദിൻ്റെ സ്വത്ത് എന്നുള്ളതായിരിക്കുന്ന ചിലത് നശിച്ചു പോയാൽ എങ്ങനെ നശിച്ചു? ബിയാഫത്തിൻ സമാവിയത്തിൻ, സമാവിയിലേക്ക് ചേർക്കപ്പെട്ട ആഫത്തുണ്ട്. ജനങ്ങൾക്കതിൽ യാതൊരു ദഖലും ഇല്ല എന്നർത്ഥം. ആരെങ്കിലും എറിഞ്ഞ് കൈ നശിപ്പിച്ചതോ അല്ലെ കട്ട് നശിപ്പിച്ചതൊന്നുമല്ല. ജനങ്ങൾക്ക് ദഖലില്ലാത്തതിനൊക്കെ സമാവി, ആകാശത്തിൽ ചേർക്കപ്പെട്ട ആഫത്ത് എന്ന് പറയും. അങ്ങനത്തെ ആഫത്ത് കൊണ്ട് നശിച്ചാൽ, അങ്ങനെ സമാവിയ ആഫത്തിന് ഉദാഹരണം അരിക്കും തീപിടുത്തം പോലെ, അപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. ഹസ്ബിൻ, അല്ലെങ്കിൽ സമാവിയല്ല, മറിച്ച് പിടിച്ചെടുക്കലുമുണ്ട്. ആരോ പിടിച്ചെടുത്തതാണ്, അല്ലെ വസ്രീക്കത്തിന് മോഷ്ടിക്കപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ ബാധ നശിച്ചാൽ, അങ്ങനെ മോഷ്ടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യലുകൊണ്ട് നശിച്ചു എന്ന് പറയുക. അത് ബിയന്താദറ അഹ്ദുഹു, ആ പിടിച്ചെടുത്ത ആളെന്ന് അല്ലെ മോഷ്ടിക്കപ്പെട്ട ആളെന്ന് എടുക്കൽ അസാധ്യമായി. അഹ്ദു ബദലിഹി, അല്ലെങ്കിൽ അത് പിന്നെ അത് ഒരു ഉപയോഗിച്ച് വയ്ക്കുന്നതിന് ബദലെടുക്കാനും കഴിഞ്ഞില്ല, അപ്പോഴാണ് നശിക്കലുണ്ടാകുക. അല്ലെങ്കിൽ ഒരു സാധനം പിടിച്ചെടുക്കുക കക്കുകയോ ചെയ്താൽ തെളിവുണ്ടെങ്കിൽ കോടതി മുഖാന്തരം നമുക്ക് തിരിച്ചു വാങ്ങാൻ കഴിയും. അതൊന്നും കഴിയാത്ത അവസ്ഥ വന്ന്, അപ്പം അങ്ങനെ ബാധ നശിച്ചു പോയാൽ എപ്പം നശിച്ചു? ബാധ തസറുഫില്ല ആമിരി ക്രിയവക്രം ചെയ്തതിന് ശേഷം നശിച്ചാൽ. എങ്ങനെ ക്രിയവക്രം ചെയ്തു? ബിൽ ബൈ വസിറായി, വെക്കൽ കൊണ്ടും വാങ്ങൽ കൊണ്ടും ക്രിയവക്രം ചെയ്തതിന് ശേഷം ബാധ നശിച്ചാൽ മഹ്സൂബൻ, ആ നശിച്ചതായിരിക്കുന്ന ബാധനെ കണക്കാക്കപ്പെടും വലിയ ലാഭത്തിൽ നിന്ന്. അപ്പോൾ അത്ര ലാഭം കുറഞ്ഞതായിട്ടാണ് കൂട്ടുക. റസൂൽമാർ കുറയൂല എന്നർത്ഥം. പിന്നെ അസൂഹ് പ്രകാരം വസ്താനി എന്ന അസുഹിൻ്റെ മുക്കാബിലയാകുന്നത് ലാ യുഹ്സബു, അങ്ങനത്തെ ബാധ നശിച്ചു പോയാൽ ആ ബാധിനെ കൂട്ടപ്പെടില്ല, മിന്നുവ ലാഭത്തൊന്നും കൂട്ടൂല എന്നാണ്. എന്താ കാരണം? എന്നവും നിശ്ചയമായിട്ടും ഈ നശിച്ചു പോവുക എന്നുള്ളത് ലാ താല്ലുക്കലഹു, അതിലേക്ക് ബന്ധമല്ലല്ലോ വിത്തുചാർത്തി കച്ചവടം ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ലാഭം. അതിൻ്റെ പൈൽ ഇത് കൂട്ടാൻ പറ്റൂല. ഇപ്പോൾ ഖിലാഫിർ റഹ്സി, സാധനങ്ങളുടെ വില കുറഞ്ഞതിനെതിരായിട്ട്, അത് കച്ചവടത്തിന് ബന്ധപ്പെട്ടതാണ്. എന്നാൽ വലീസനാശിയൻ, ഈ ബാധ നശിക്കുക എന്നുള്ളത് ഉണ്ടായതുമല്ല മിൻ നഫ്സിൽ മാരി, സ്വത്തിൻ്റെ മാൽക്കിറാദിൻ്റെ നഫ്സെന്ന് ഉണ്ടായതുമല്ല. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് കൂട്ടായിരുന്നു. ബിഖിലാഫിൽ മറലി വല്ല ഐബി, ഈ മാൽക്കിറാദിനക്ക് രോഗം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഐബുണ്ടാകുക, അതൊക്കെ നഫ്സുൽ മാൽ എന്നുള്ളതാണ്. ഇപ്പോൾ റസൂൽമാൻ്റെയൊക്കെ തന്നെ കൂട്ടും, പക്ഷേ അതിനും പറ്റൂല. അതുകൊണ്ടാണ് പിന്നെ അഥാനിക്കാര ന്യായം. വൈൻ തരിഫ, ഇനി ഈ ബയലുൽമാർ റസൂൽമാർ കിറാദിൻ്റെ സത്ത് എന്നുള്ളതായിരിക്കുന്ന ബയൽ നശിച്ചത് ഇമാദുക്കിറ മേൽ പറയപ്പെട്ടുകൊണ്ട്, അഥവാ സമാവിയായിരിക്കുന്ന ആഫത്ത് കൊണ്ടോ ഹസ്ബ് സരിക്കത്ത് കൊണ്ടോ ഒക്കെ നശിച്ചാൽ കവര തസറുഫിഹി, ആവിര് കറിവെക്കുകയും ചെയ്യുന്നതിന് മുമ്പാണ് നശിച്ചെങ്കിൽ ബയ്യം വസിറ, ഓന കൊണ്ട് അതെടുത്തിട്ട് വാങ്ങുകയൊന്നും ചെയ്തിട്ടില്ല, അതിന് മുമ്പാണ് ബയൽ നശിച്ചതെങ്കിൽ ഫമിൻ റസൂൽമാരി, എന്നാൽ ഇത് റസൂൽമാർ തന്നെയാണ് കണക്കിലെടുക്കുക ലാഭത്തിന് എല്ലാ അർത്ഥം. ഇതിൽ അസുഖ പ്രകാരം എന്താ ഇവിടെ ഇപ്പോൾ ലാഭത്തിൽ കൊണ്ടാണ്ടിക്കാൻ കാരണം? ഈ അന്നല്ല അഹദ, കാരണം ഇവിടെ കിറാദ് എന്നുള്ള ഇടപാട് ലം യത്തക്കത്, അത് ശക്തി പ്രാപിച്ചിട്ടില്ലല്ലോ ബിൽ അമലി, ആമിലിൻ്റെ പ്രവർത്തനം കൊണ്ട്. അപ്പോൾ പണിയെടുക്കുമ്പോഴല്ലേ അത് കിറാദ് ഉണ്ടായിട്ടില്ല എന്നാണ് അസുവിൻ്റെ ന്യായം. ബസാനി എന്ന അസുവിൻ്റെ മുക്കാബില ഇല്ല രബി അല്ല ലാഭത്തു നിന്നാണ് കണക്കിലെടുക്കുക. ഈ അന്നവും, കാരണം കച്ചവടം ചെയ്തിട്ടില്ലെങ്കിലും ഈ അന്നവും നിശ്ചയമായിട്ടും ഈ ആമിര് ബി കബുദിഹി, ഈ മാലിനെ മാലിക്കിൽ നിന്ന് കബുദ് ചെയ്യലോടുകൂടി സാറ, ആ മാലായി തീർന്നു, മാല കിറാദിൻ്റെ മാലായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനെന്തൊക്കെ കുറഞ്ഞു വെച്ചാലും അതിന് തന്നെ എടുക്കണം എന്നാണ്. അപ്പോൾ ലാഹിറുൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലോ തെലിഫ ബയലുഹു എന്നേയും പറഞ്ഞത്, മാലിക്കിറാദിൻ്റെ ബയലു നസേനെ മുഹത്തരിസ് പറയാൻ. എന്നാൽ ലാഹിറുൻ, എല്ലാവർക്കും ലാഹിറാണ് അന്നഹു നിശ്ചയമായിട്ടും ഈ മാലുൽ കിറാദാകുന്നത് ലോ തെലിഫ ജമീഉഹു, അത് ജമീഉ 10 ലക്ഷം കൊടുക്കുന്നു, 10 ലക്ഷം നശിച്ചു പോയാലോ ഇർത്തഫൽ കിറാദും, അവിടെ പിന്നെ ചർച്ച ചെയ്യാനില്ല, കിറാദിന് ഉയർന്നു പോയി. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.